എമ്പുരാൻ എന്ന സിനിമ അതിന്റെ ആദ്യ ദിവസം പല റെക്കോർഡുകളും തീർക്കുമെന്ന് ഉറപ്പ് തന്നെയാണ്. ബോക്സ് ഓഫീസിലെ റിപ്പോർട്ടുകൾ തന്നെ അതൊക്കെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ആദ്യ ദിനം വലിയൊരു റെക്കോർഡ് തന്നെ എമ്പുരാൻ കുറിക്കും. മോളിവുഡിൽ മാത്രമല്ല അങ്ങ് വേൾഡ് വൈഡ് സിനിമാസിൽ ഒരു മലയാള സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സ്വീകാര്യതയാണ് ഈ ചിത്രത്തിന് ലഭിക്കുന്നത്. ഇന്നത്തെ റിപ്പോർട്ടുകൾ പ്രകാരം അഡ്വാൻസ് സെയിൽ 35 കോടിക്ക് മുകളിലാണ് വന്നു നിൽക്കുന്നത്. 40 കോടിയിലേക്ക് അഡ്വാൻസ് സെയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. 4 ദിവസം ബാക്കി നിൽക്കുമ്പോഴാണ് ഈ ഒരു നേട്ടത്തിലേക്ക് മോഹൻലാലിന്റെ എമ്പുരാൻ എത്തി നിൽക്കുന്നത്. കൂടാതെ എമ്പുരാൻ മലയാള സിനിമ ഇതുവരെ കടന്നു ചെല്ലാത്ത പല മേഖലകളിലും ഡീൽ ഉറപ്പിക്കുകയാണ്. ആ കാര്യങ്ങൾ കൂടി ചില ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇപ്പോൾ പറയുന്നു. കാരണം അവർ ഡീല് നടത്തിയിരിക്കുന്നത് ഡബിളുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവരുടെ വാക്കുകളൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. മലയാളം സിനിമ പുതിയ ടെറിട്ടറികളിലേക്ക് വരുന്നു, അതിന്റെ അനൗൺസ്മെന്റ് ഉടനെ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളും വരികയാണ്. എന്തായാലും ഇതിലൂടെ തന്നെ മോഹൻലാൽ എന്ന താരം തന്റെ പേരിൽ ഏറ്റവും വലിയ ഓപ്പണിംഗ് ഈ ഒരു സിനിമയിലൂടെ വീണ്ടും കുറിച്ചിരിക്കുകയാണ്. നേരത്തെ ഒടിയനിലൂടെയും മരക്കാരിലൂടെയും കുറിച്ച ആ ഒരു നേട്ടം വീണ്ടും ഇപ്പോൾ അതിനു മുകളിൽ നേടി എമ്പുരാനിൽ എത്തി നിൽക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ സെയിൽ 35 കോടിക്ക് മുകളിൽ നേടി എന്ന് പറയുമ്പോൾ എവിടേക്കാണ് എമ്പുരാൻ അഡ്വാൻസ് സെയിൽ നടത്തിയിരിക്കുന്നത്? കേരളത്തിൽ നിന്നും മാത്രം 10 കോടിക്ക് മുകളിലാണ് എമ്പുരാൻ ഇതുവരെ നേടിയിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 3 കോടിയും ഓവർസീസിൽ 22 കോടിയുമാണ് നേട്ടമുണ്ടാക്കിയത്. അങ്ങനെയാണ് 35 കോടിയുടെ കണക്ക് എത്തിയിരിക്കുന്നതും. എല്ലാ ദിവസവും ഈ ട്രെൻഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ പോകുന്നതിനനുസരിച്ച് ഏറ്റവും വലിയ ആഘോഷം നടത്തുന്നത് സാക്ഷാൽ ആന്റണി പെരുമ്പാർ ആണെന്ന് തന്നെ പറയേണ്ടതുണ്ട്. കാരണം ആ ഒരു സന്തോഷത്തിന്റെ ബാക്കിയാണെന്ന് തോന്നുന്നു ആന്റണി പെരുമ്പാർ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. മോഹൻലാലും ആന്റണി പെരുമ്പാറും പൃഥ്വിരാജും നിൽക്കുന്ന ഒരു ചിത്രമാണ്. അതിനൊപ്പം തന്നെ ചില കാര്യങ്ങൾ കൂടി പറയണം. അഡ്വാൻസ് ബുക്കിംഗിൽ റെക്കോർഡ് സൃഷ്ടിച്ച് മുന്നേറുകയാണ് മോഹൻലാൽ ചിത്രമായ എമ്പുരാൻ. സിനിമയുടെ ഇന്ത്യൻ ബുക്കിംഗ് ആരംഭിച്ച ഉടൻ ഓൺലൈൻ ബുക്കിംഗ് സൈറ്റായ ബുക്ക് മൈ ഷോ ക്രാഷ് ആകുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു എന്നത് നോക്കി കാണേണ്ടതാണ്. 1 മണിക്കൂർ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റ ഇന്ത്യൻ സിനിമയായി എമ്പുരാൻ റെക്കോർഡ് ഇടുകയും ചെയ്തിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ ടിക്കറ്റിനെ സംബന്ധിച്ച ഒരു ട്വീറ്റാണ് വൈറലാകുന്നത്. എമ്പുരാന് കൂടുതൽ ഷോ വേണമെന്ന ആവശ്യവുമായി ട്വീറ്റ് ഇട്ട പ്രേക്ഷകന് അതിന് മറുപടിയുമായി ആന്റണി പെരുമ്പാർ എത്തുന്നതുമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ആന്റണി ചേട്ട, കേരളത്തിൽ കൂടുതൽ ഷോകൾ ആഡ് ചെയ്യൂ, ഷോ 3700 ഷോകളിലേക്ക് എത്തട്ടെ എന്നാണ് ഒരു പ്രേക്ഷകന്റെ ട്വീറ്റ്. അതിന് ഒരു താംസ് അപ്പ് നൽകിക്കൊണ്ടാണ് ആന്റണി പെരുമ്പാർ മറുപടി നൽകിയത്. റിലീസ് ദിവസം ഒരു മലയാള സിനിമ കേരളത്തിൽ നിന്ന് നേടുന്ന ആദ്യത്തെ ഡബിൾ ഡിജിറ്റ് കളക്ഷനാണ് എമ്പുരാൻ സ്വന്തം പേരിലാക്കിയിരിക്കുന്നത്. അഡ്വാൻസ് ബുക്കിംഗിലൂടെ മാത്രം ചിത്രം ഇതിനോടകം 10 കോടി കടന്നു എന്ന റിപ്പോർട്ടുകളും വന്നു. ഒടിയൻ നേടിയ 7.25 എന്ന കളക്ഷനെയാണ് എമ്പുരാൻ മറികടന്നത്. ആന്റണി പെരുമ്പാർ ഇതിനൊക്കെ മറുപടി കൊടുത്തപ്പോൾ പിന്നെ കണ്ടത് ആന്റണി പെരുമ്പാറിന്റെ ഉടമസ്ഥതയിലുള്ള ആശീർവാദ് സിനിമാസിന്റെ പ്രൈം ലൊക്കേഷനുള്ള തിയേറ്ററുകളിലൊക്കെ ഷോകളുടെ എണ്ണം വർദ്ധിക്കുകയായിരുന്നു. ഒരു മാരത്തോൺ ഷോയൊക്കെ ചിലപ്പോൾ അവിടെയൊക്കെ നടന്നേക്കാൻ സാധ്യതയും വെക്കുകയാണ്. ബോളിവുഡിന്റെ ചരിത്രം തന്നെ മാറ്റിക്കുറിക്കുകയാണ്. തിയേറ്ററുകാർക്കെല്ലാം വലിയൊരു ആശ്വാസമാണ് എമ്പുരാൻ നൽകുന്നത് എന്നതും കാണാവുന്നതാണ്. പറഞ്ഞു വരുമ്പോൾ കേരളത്തിൽ ഷോ കൗണ്ട് കൂടുക തന്നെ ചെയ്യുകയല്ലേ എന്നും പറയുന്നു. ഇനിയൊരു ചെറിയ പോസിറ്റീവിന്റെ കാര്യം മാത്രമേ ഉള്ളൂ എന്നും കൂടെയാണ് പ്രേക്ഷകർ പറഞ്ഞു വെക്കുന്നത്.